മലപ്പുറം കരുളായിലേക്ക് നമ്മൾ പോകുന്നു. സങ്കടകരമായ വാർത്തയാണ്. കാട്ടാന ആക്രമണത്തിൽ അവിടെ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. മാഞ്ചേരി പൂച്ചപ്പാറയിലെ മണിയാണ് കൊല്ലപ്പെട്ടത്. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു 3 കിലോമീറ്ററിൻ്റെ വീട്ടിൽ പോകണം. ബാഗിനില്ലാതെ ഒരു 1.5 കിലോമീറ്റർ ആയിട്ട് കൊണ്ടായിരുന്നു. ഇവിടെ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കാട്ടിക്കാരായിരുന്നു. കുട്ടികൾ ഹോസ്പിറ്റലിലും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും കൂട്ടിക്കൊണ്ടായിരുന്നു. 2-3 കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ആസ്പത്രി കാണിക്കാൻ വന്നതാണ്. പരിക്കേറ്റ മണിയെയും ചുമന്ന് വാഹന സൗകര്യമുള്ള കണ്ണക്കൈ വരെ സഹോദരൻ സഞ്ചരിച്ചത് 1.5 കിലോമീറ്ററാണ്. അപകടം നടന്ന് 4 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കാനായതെന്ന് ബന്ധു വിനോദും പറഞ്ഞു. ഒരു 6:45 കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത്. കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു. അവിടെ 6:45 പോയിട്ട് നമുക്ക് ഇവിടെ എത്തിയത് 11:30 ആയി. അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ആ സ്ഥലത്തുനിന്ന്, സംഭവം നടന്ന സ്ഥലത്തുനിന്ന് അയ്യപ്പേട്ടൻ മണിയേട്ടനെ ഏറ്റി കൊണ്ടുവരുന്നു ചെയ്ത് പുഴക്കരയിൽ. പിന്നിട്ടാണ് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തലക്ക് ആണ് പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 11:30 ആയി ഇവിടെ എത്തിയ സമയത്ത്, ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത്. കൊണ്ടുവരുന്ന അടുത്ത് ഇവിടെ എത്തുന്നവരെ സംസാരിക്കുമായിരുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, നേരത്തെ വർഷത്തിലൊരിക്കലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കലാണെങ്കിൽ ഇതിപ്പോൾ എല്ലാ ആഴ്ചയും കാട്ടാന ചവിട്ടി ഓരോരോ നിസ്സഹായ മനുഷ്യരെ കൊല്ലുന്നു എന്നുള്ള സങ്കടകരമായ വാർത്ത വരുന്നു. വനം വകുപ്പ് എന്തു ചെയ്യുന്നു എന്ന ചോദ്യം വളരെ ശക്തമായി വരുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി, ആദിവാസി മേഖലയിലെ ചികിത്സയ്ക്കുള്ള വല്ലാത്ത അഭാവം, അതുകൂടി ഇവിടെ ചർച്ചയാവുന്നില്ല ഈ വിഷയത്തിൽ. വിപിൻ, അഷ്മി, ഇപ്പോഴുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെയാണ് മണിയുടെ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 6:45 കൂടിയാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് വന്ന് കുട്ടികൾക്കുള്ള മരുന്ന് വാങ്ങി മൂത്ത മകളെ ഇവിടുത്തെ ഹോസ്റ്റലിലാക്കിയതിന് ശേഷം തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഈ കണ്ണക്കൈയിൽ വാഹനം ഇറങ്ങി ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പിന്നെയും നടന്നു. അവിടെ വെച്ചാണ് കാട്ടാന പെട്ടെന്ന് മുന്നിലേക്ക് വരികയും തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചപ്പോഴേക്കും കയ്യിലുള്ള കുട്ടി തെറിച്ചു പോയി. ആ കുട്ടിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 5 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. ഒപ്പം തന്നെ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. 2-3 സുഹൃത്തുക്കൾ, ഈ ജീപ്പ് ഇറങ്ങി വന്നിരുന്ന 2-3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ 2-3 സുഹൃത്ത് ഇവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മുന്നിൽ നിന്ന് മാറുകയും ഉടൻ വനപാലകരെയൊക്കെ വിവരം അറിയിച്ചു. അങ്ങനെ വനപാലകർ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും തന്നെ വളരെ ദുർഘടം പിടിച്ചാണ് 8:30 കൂടിയാണ് സഹോദരനായ അയ്യപ്പൻ ഇങ്ങനെ ഒരു അപകട വിവരം അറിയുന്നത്. 6:45 സംഭവിച്ചത് നമ്മൾ അപ്പോൾ തന്നെ നമുക്കറിയാം. കാരണം മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ഈ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിന് വലിയ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അങ്ങനെ അത് സഹോദരൻ അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അയ്യപ്പനാണ് ആ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നത്. അതും കിലോമീറ്ററുകളോളം നടന്ന് അയ്യപ്പൻ മണിയുടെ അടുത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ചുമന്ന് മണിക്കൈയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഏകദേശം ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുൻപ് വരെ സംസാരിച്ചു വന്നിരുന്നതാണ് ഇപ്പോൾ DFO ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ വനപാലകർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിച്ചത്. ആദ്യം ഒരു സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചു, അതിനുശേഷം പിന്നീട് വനപാലകരുടെ വാഹനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ്. അവരാണിപ്പോൾ അവിടെ നിന്ന് മലയിറങ്ങി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. DFO ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു. നഷ്ടപരിഹാര തുകയുടെ ആദ്യഘട്ടം ഇന്ന് തന്നെ നൽകും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? 5 വയസ്സുകാർ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു പറയുന്നുണ്ടല്ലോ. അത് രക്ഷപ്പെടൽ അത്ഭുതകരമാണല്ലോ വിപിൻ. അത്രയും ആശ്വാസം. അത് ഈ കുഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? കുഞ്ഞിനെ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് അറിയോ? ഓക്കെ വിപിൻ, എന്തായാലും ഈ കാട്ടാന ആക്രമണങ്ങൾ മനുഷ്യരെ കൊല്ലുന്നത് ആവർത്തിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലാണ്. ഒന്ന് ആദ്യം എൽദോസിൽ തുടങ്ങി, അമറിലാഹി, ഇപ്പോൾ ഇവിടെ ഒരു ആദിവാസി യുവാവും കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്താണ് അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ വനം വകുപ്പിന് ജാഗ്രതയോടുകൂടി ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം കൂടുതൽ ചർച്ചയാവാൻ പോകുന്നു.